ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ യൂട്യൂബിനകത്ത് ഷോർട്സിനകത്ത് കിടന്ന അപ്പൻ്റെ മകളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു 3 lakhs മേളിൽ ഇപ്പം തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. വീഡിയോ എപ്പോഴും ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ വീഡിയോയിലെ ആളാണിത്. പേര് അൽഫോൻസ എന്നാണ്. എൻ്റെ പേര് സുധി എന്നാണ്. അൽഫോൻസയുടെ അമ്മയാണ്. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഏറ്റെടുത്തെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. നിങ്ങൾക്ക് കുട്ടിക്കാലത്തിലേക്ക് പോകാൻ പറ്റിയെന്നൊക്കെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. എല്ലാവർക്കും 1 by 1 ആയിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഓൺ വോയിസ് ആയിട്ട് വന്നത്. അൽഫോൻസ അറിഞ്ഞായിരുന്നു ഈ വീഡിയോ എടുക്കുന്നത്? ഇല്ല. എങ്ങനെയാ അത് വീഡിയോ വൈറലായെന്ന് അറിഞ്ഞത്? അത് വൈറലായെന്നറിഞ്ഞത് എൻ്റെ കൂട്ടുകാരിമാരൊക്കെ പറഞ്ഞപ്പോൾ. അൽഫോൻസ പോലും അറിഞ്ഞില്ല കേട്ടോ. അൽഫോൻസയുടെ പപ്പ ഒന്നും അറിഞ്ഞില്ല വീഡിയോ എടുക്കുന്ന കാര്യം. നമ്മുടെ ചങ്കും അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ചങ്കും അതുപോലെ നമ്മുടെ സ്വന്തം കൂടപ്പറപ്പ് ആയ ജെറിനാണ് ഈ വീഡിയോ എടുത്തത്. അവൻ വെറുതെ ജസ്റ്റ് സ്റ്റാറ്റസ് ഇടാം, പിന്നെ എന്നെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തതാണ്. അത് കൊണ്ടുപോയി പെട്ടെന്നൊരു ഗ്രൂപ്പിൽ ട്രാവൽ റൈഡേഴ്സിലാണ് ആദ്യം കൊണ്ടുപോയി ഇടുന്നത്. അവിടെ അത് എനിക്ക് തോന്നുന്നു 3 million ഒക്കെ മേളിൽ വ്യൂസൊക്കെ പോയി. ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലായി. ഒത്തിരി പേര് അതെടുത്തിട്ടുണ്ടെന്നൊക്കെ കുറച്ചൊക്കെ ഞാനും കണ്ടു. ബാക്കിയൊന്നും കാണാൻ സമയം കിട്ടിയില്ല. ഒരു ചോട്ട ബോയും കൂടി ഉണ്ട്, അൽഫോൻസയുടെ അനിയൻ. അപ്പോൾ നമുക്കതൊന്നും എല്ലാം ഒന്നും കാണാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ എൻ്റെ ചാനലിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു 3 lakhs above വ്യൂസ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം. എൻ്റെ അൽഫോൻസ കുട്ടീനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന്. ഞങ്ങളിങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു, അൽഫോൻസ പള്ളിയിൽ ചെന്നപ്പോഴാണേലും കൂട്ടുകാരുടെ അടുത്ത് ചെന്നപ്പോഴാണല്ലോ ഒക്കെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞു, നീ വൈറലായി, നീ ഇനി വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴാണ് ആൾക്ക് പേടിയായിപ്പോയി. എന്താണ് സോഷ്യൽ മീഡിയ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. അപ്പം വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം പുള്ളിക്കാരിങ്ങനെ പേടിച്ച് കരയൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നതാണ് കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരു നന്ദി പറയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആളൊന്നിന്ന് വീണ്, സ്കൂളിൽ പോയിട്ട് വന്നിട്ടൊന്ന് വീണത് അവിടെയൊക്കെ ഒന്ന് പൊട്ടിയിരിപ്പുണ്ട്. അതിൻ്റെ കൂടെ പല്ലും ഒന്ന് എടുത്തിട്ടിരിക്കുകയാണ്. അതാണ് അധികം സംസാരിക്കാത്ത, ഒത്തിരി സ്ട്രെയിൻ ചെയ്യാതെ ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അൽഫോൻസ കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മയെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിനകത്ത് വീഡിയോ ഇടാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരിക്കലും യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഒരിക്കലും നിന്ന് പോകുന്നതല്ല. അപ്പം ഇവൾ വലുതായാലും ആ വീഡിയോസ് കാണാം. അവളുടെ അപ്പനുമായിട്ടുള്ള മെമ്മറീസ്. എനിക്ക് അപ്പനില്ല. അപ്പൻ മരിച്ചു പോയതല്ല, അപ്പൻ ഇട്ടിട്ട് പോയതാണ്. ഞങ്ങൾ 4 പെൺകുട്ടികളായതുകൊണ്ട് ഇട്ടിട്ട് പോയായിരുന്നു. അപ്പം പപ്പ ഇട്ടിട്ട് പോയതുകൊണ്ട് ഇങ്ങനെ ഒരു മൊമെൻറ്റ് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാനത് സേവ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അതിലൊരുപാട് സന്തോഷമുണ്ട്. എന്നെ പേഴ്സണലി തന്തയില്ലാത്തവളെന്ന് വിളിച്ച ഒരുപാട് പേര് ഉണ്ട്. അപ്പം അവരോട് പറയാണ്, എനിക്കേ തന്തയില്ലാതെയുള്ളൂ, ഇവൾക്ക് നല്ല ഒന്നാന്തര അപ്പനുണ്ട്. ആ അപ്പനുമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇവരൊരിക്കലും അപ്പനും മോളൊന്നും അല്ല കേട്ടോ. ഒരുപാട് പേരെ കമൻസ് കണ്ട് അപ്പനും ഉമ്മ കൊടുക്കുക. അപ്പം ഇവർ അപ്പനും മോളും അല്ല, അതിലുപരി ഇവർ നല്ലൊരു കൂട്ടുകാരാണോ, അല്ലെങ്കിൽ ഇവർ ചേട്ടനെ അനിയത്തി, അങ്ങനെ ഞാൻ തന്നെ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. എനിക്ക് കിട്ടാത്ത സ്നേഹം ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ സ്നേഹം കൊടുക്കണം എന്ന് കുഞ്ഞായിരുന്നപ്പോൾ മുതലേ പറയുമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് പെങ്ങന്മാരായിട്ട്, സ്വന്തം ചോരയിൽ പെങ്ങന്മാരായിട്ടോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആൾക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ പുള്ളി ടേക്ക് കെയർ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അപ്പൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എനിക്ക് എന്നെ ഇല്ലാത്തവളെ തന്തയില്ലാത്ത ബ്ലഡി ബിച്ച് എന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതൊന്നും ഒരു വിഷയമല്ല. കാരണം എൻ്റെ മോളെ നിങ്ങളൊക്കെ ഏറ്റെടുത്തു. അവരുടെ അപ്പനും മോളുമായിട്ടുള്ള ആ സ്നേഹം നിങ്ങൾ കണ്ടു. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുഞ്ഞു ഇതുപോലുള്ള ഇവളുടെ അറിയാതെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാവരും കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ബൈ കൊടുക്കുന്നു.